കത്ത് ഞാൻ തിരഞ്ഞെടുപ്പിന് ശേഷം പിറ്റേന്ന് അയച്ചതാണ്. കത്തിലെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അമ്മയിലെ ഭാരവാഹിത്വത്തിൽ സ്ത്രീ സംവരണം നിലവിലുണ്ട്. അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് നമ്മൾ 4 സ്ത്രീകൾ വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇന്ന സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിയിടുകയും അങ്ങനെ മാറ്റിയിടുന്ന സീറ്റുകളിൽ പുരുഷന്മാർ മത്സരിക്കാതിരിക്കുകയും 4 പേരാണ് വേണ്ടതെങ്കിൽ ആ 4 പേര് റെഡിയാണെങ്കിൽ പിന്നീട് ഒരു ഇലക്ഷൻ ആവശ്യമില്ല. അല്ലെങ്കിൽ 4-ൽ കൂടുതൽ ആളുകൾ വന്നാൽ ഇലക്ഷൻ നടത്തി അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് വേണ്ടെന്നുള്ളതാണ് ആ കത്തിലൊരു പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 4 സ്ത്രീകൾ വേണം എന്നുള്ള കാര്യം പൂർത്തിയാക്കത്തക്ക രീതിയിൽ 4 പേര് തിരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല. 4 പേർക്ക് അതിനുള്ള വോട്ടുകൾ കിട്ടിയില്ല. അപ്പോൾ വോട്ടുകൾ കിട്ടാതെ വന്നപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 2 പേരെ കയറ്റുക എന്നതൊരു ആവശ്യമായി വന്നു. കാരണം ബൈലോയിൽ 4 പേര് വേണം എന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ട് വന്നപ്പോൾ പുരുഷന്മാരിൽ നിന്ന് മാറിയിട്ട് ഓൾറെഡി വോട്ട് കൂടുതലുണ്ടെങ്കിലും വോട്ട് കൂടുതലുള്ള ഒരാൾ മാറിയിട്ട് അങ്ങോട്ടേക്കൊരു സ്ത്രീയെ എടുക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായി ബൈലോയിലുള്ള നിയമം. അപ്പോൾ അത് പ്രകാരം ഞാൻ മാറുകയും പകരം അൻസിബയാണെന്ന് തോന്നുന്നു. അൻസിബ വരികയും ചെയ്തു. അൻസിബ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്, നല്ല ആളാണ്. എനിക്കതിലൊരു പരാതിയുമില്ല. കാരണം നമ്മുടെ ആകെ 100-300 പേരുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു സംഘടനയാണ്. അതിൽ മാറുന്നതിൽ എനിക്ക് യാതൊരു പരാതിയും ഇല്ലായിരുന്നു. സന്തോഷപൂർവ്വം ഞാൻ മാറുകയും ചെയ്തു. പക്ഷേ മാറിയ ശേഷം ഒരു പത്രസമ്മേളനം ഉണ്ടാവുകയോ ഈ ക്രമപ്രകാരം നടന്നത് ഇതാണെന്നോ ഇവരറിയിച്ചില്ല. അപ്പം ജയിച്ചവർ ജയിച്ചു, ബാക്കി എല്ലാവരും തോറ്റു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പുറത്തേക്ക് വന്നത്. അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിക്കുകയും അയ്യോ എന്തു പറ്റി നിങ്ങളിങ്ങനെ ഇതായിപ്പോയത്, ഞങ്ങളൊക്കെ വോട്ട് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞു. ഒപ്പം ഈ വോട്ട് ചെയ്ത പലർക്കും ഇങ്ങനൊരു നിയമം അറിയില്ല. അപ്പോൾ അവർ സ്വാഭാവികമായ ജനാധിപത്യത്തിൽ വോട്ട് കൂടിയിട്ടയാൾ ജയിക്കണമല്ലോ. ഇതെന്താ ഇങ്ങനെയെന്നും ചോദിച്ചാൽ അവർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു എന്നിട്ട് നിങ്ങളില്ല, എന്താ വേറെ ആൾ വരുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കും. എൻ്റെ കയ്യിൽ ഉത്തരവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ച് അടുത്ത ജനറൽ ബോഡിയിൽ സ്ത്രീകളെ മത്സരിപ്പിച്ചിട്ട്, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണല്ലോ ഇത് അറിയുന്നത്. അപ്പം സ്ത്രീകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം വേണം, നിർബന്ധമാണ്. ഞാൻ ആ പക്ഷത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായും 4 സീറ്റുകൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് ആ കത്തിൽ പറഞ്ഞത്. അപ്പോൾ അത് ഈ എൻ്റെ പ്രതിഷേധം അറിയിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അതിനകത്ത് ഞാനതൊരു പരാതിയായിട്ട് പരിഗണിക്കേണ്ടതില്ലെന്നും എനിക്ക് മാറിയതിൽ പരാതിയും പരിഭവവും ഇല്ലെന്നും ഒക്കെ ആ കത്തിൽ കൃത്യമായിട്ട് വളരെ ബഹുമാനപൂർവ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലാലേട്ടൻ വിളിച്ചിരുന്നു. അടുത്ത ജനറൽ ബോഡി ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അതിന് വേണ്ട നടപടികൾ എടുക്കാമെന്നൊക്കെ അദ്ദേഹം ഉറപ്പ് തരികയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് ഇപ്പം കത്തയച്ചത് പുറത്തറിഞ്ഞിട്ടുണ്ട്, വരുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നു പറഞ്ഞിരുന്നു. അത് പ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. അല്ല, 4 പേര് വേണമെന്നുള്ളത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഈ നമ്മൾ ഈ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈ 4 പേര് എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. ഇങ്ങനൊരു പ്രശ്നം എറേസ് ചെയ്യുന്നേ ഇല്ല. 4 പേര് ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ 4 പേരങ്ങ് ജയിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പം വൈസ് പ്രസിഡൻ്റായിട്ട് 2 പേര് സ്ത്രീകൾ തന്നെ അങ്ങ് മത്സരിക്കും, 3 പേര് സ്ത്രീകൾ തന്നെ മത്സരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത്തവണയാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിപ്പോയത്. പ്രശ്നമല്ല, ഒരു ക്രൈസിസ് ആയിട്ട് വന്നു. അപ്പം ബൈലോയിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ മാറുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്നേഹപൂർവ്വം നമ്മുടെ സംഘടനയാണ്, എനിക്കതൊരു പ്രശ്നമല്ല. മാറിയ ശേഷവും ഇങ്ങനെ ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലൊരു വാർത്ത വന്നപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ.